ബഹ്റിൻ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയ സംഘടനകളും വ്യക്തികളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധം സ്ഥാപിക്കുന്ന രാഷ്ട്രീയ സംഘടനകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് നീതിന്യായ ഇസ്ലാമിക കാര്യ ഔഖാഫ് മന്ത്രാലയം വ്യക്തമാക്കി. മേഖലയിൽ ശാന്തിയും സമാധാനവും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് ഭീകര സംഘടനകളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചത്. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കോ മതപരമായ കാര്യങ്ങൾക്കോ അനധികൃതമായി സംഭാവന സ്വീകരിക്കുന്നതിനും പണ്ഡിതരെ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിനും വിലക്കുണ്ട്. നിയമവിധേയമായി മാത്രമേ സംഭാവനകൾ നൽകാനും സ്വീകരിക്കാനും പാടുള്ളൂ. ഖത്തറുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കിയ ഭീകര സംഘടനകൾക്കും വ്യക്തികൾക്കും പിന്തുണ നൽകുന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്നവർക്കെതിരെയും നടപടിയെടുക്കും. ഈ വിഷയത്തിൽ ആഭ്യന്തര മന്ത്രാലയം നൽകിയ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യക്ക് പുറമെ കോൺഗ്രസിനെ ശക്തമാക്കാൻ പുതിയ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് KPCC പ്രസിഡന്റ് M.M. ഹസൻ ബഹ്റിനിൽ അറിയിച്ചു. ബഹ്റിനിലെ കോൺഗ്രസ് പ്രവർത്തകരെ അംഗീകരിക്കാൻ ആവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. OICCയെ സജീവമാക്കാനായി ജൂലൈ 14-ന് തിരുവനന്തപുരം ഇന്ദിരാഭവനിൽ വെച്ച് കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് M.M. ഹസൻ അറിയിച്ചു. ബഹ്റിനിലെ OICCയിലെ ഇലക്ഷനിൽ പരാജയപ്പെട്ട ഒരു വിഭാഗം ഉണ്ടാക്കിയ കൂട്ടായ്മയ്ക്ക് കോൺഗ്രസുമായി ബന്ധമില്ല എന്നും വിദേശ മലയാളികളുടെ OICC അംഗത്വ വിതരണം ജൂൺ 30 വരെ നീട്ടിയതായും അംഗത്വ ഫീസ് ഗ്രൂപ്പായി ഒന്നിച്ചയക്കാനുള്ള സൗകര്യം ഒരുക്കിയതായും അദ്ദേഹം വ്യക്തമാക്കി. ഔദ്യോഗിക സംഘടനയ്ക്ക് എതിരായിട്ടാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. അതിൽ നിന്ന് ആ സംവിധാനത്തിൽ നിന്ന് മാറി നിന്നുണ്ടാക്കിയിട്ടുള്ള സംഘടനകൾ കോൺഗ്രസിന്റെ പേരിൽ കോൺഗ്രസ് നേതാക്കളെ വിളിക്കുന്നത് അത്രയേ ഉള്ളൂ. LDF ഭരണകാലഘട്ടത്തിൽ നോർക്കയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ല എന്നും പ്രവാസി കമ്മീഷൻ പൂർണ്ണമായും സ്തംഭിച്ചതായും ഹസൻ ആരോപിച്ചു. N. സുബ്രഹ്മണ്യം, അബ്ദുൾ ലത്തീഫ്, PT അജയമോഹൻ, രാജു കല്ലുംപുറം, ബിനു കുന്നന്താനം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, ബഹ്റിൻ. അബുദാബിയിലെ ബഹുനില പാർക്കിംഗ് കെട്ടിടങ്ങളിൽ സ്ത്രീകൾക്ക് മാത്രമായി പാർക്കിംഗ് സ്ഥലങ്ങൾ അനുവദിച്ചു. സ്ത്രീകളുടെ സ്വകാര്യതയ്ക്കും സമയലാഭത്തിനുമാണ് പാർക്കിംഗ് സ്ഥലങ്ങൾ അനുവദിച്ചതെന്ന് അബുദാബി നഗരസഭ ഗതാഗത വകുപ്പ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 182 പാർക്കിംഗ് സ്ഥലങ്ങളാണ് അനുവദിച്ചത്. ഈ പാർക്കിംഗ് സ്ഥലങ്ങൾ പിങ്ക്, വൈറ്റ് എന്നീ നിറങ്ങളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഹംദാൻ സ്ട്രീറ്റ്, കോർണിഷ്, ലിവ സ്ട്രീറ്റ്, ഖലീഫ സ്ട്രീറ്റ്, അബുദാബി ഹെൽത്ത് അതോറിറ്റി തുടങ്ങിയിടങ്ങളാണ് സ്ത്രീകൾക്ക് സംവരണം ചെയ്ത പാർക്കിംഗ് സ്ഥലങ്ങൾ. ഇവ പുരുഷന്മാർ ഉപയോഗിക്കുന്നില്ലെന്ന് മവാക്കിഫിന്റെ പരിശോധകർ ഉറപ്പുവരുത്തും. അനധികൃതമായി പാർക്ക് ചെയ്യുന്നവരുടെ വാഹനം കണ്ടുകെട്ടുമെന്നും 500 ദിർഹം പിഴ ഈടാക്കുമെന്നും നഗരസഭ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, അബുദാബി. ബഹ്റിൻ ആസ്ഥാനമായുള്ള ബ്രേവ് കോമ്പാക്ട് ഫെഡറേഷൻ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമാകുന്നു. ഇന്ത്യ ഉൾപ്പെടെ 28 രാജ്യങ്ങളിൽ നിന്നുമായി 70ഓളം മിക്സഡ് മാർഷൽ ആർട്സ് കായിക താരങ്ങളാണ് ഇപ്പോൾ ബ്രേവിലുള്ളത്. ബഹ്റിനിലെ ഹമദ് രാജാവിന്റെ പുത്രനായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫയുടെ നേതൃത്വത്തിൽ ഉള്ള ബ്രേവ് കോമ്പാറ്റ് ഫെഡറേഷൻ മിക്സഡ് മാർഷൽ ആർട്സിൽ പുതിയ തരംഗമാകുന്നു. ഈ രംഗത്തെ അന്താരാഷ്ട്ര അമേച്ചർ മിക്സഡ് മാർഷൽ ആർട്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകാനുള്ള അവസരവും ബഹ്റിന് ലഭിച്ചു. അമേരിക്കയ്ക്ക് ശേഷം ഈ മത്സരം നടത്തുന്ന ആദ്യ രാജ്യം കൂടിയാണ് ബഹ്റിൻ. ബഹ്റിനിൽ ആരംഭിച്ച ബ്രേവ് ഇന്ത്യ, UAE, ബ്രസീൽ, കസാഖിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ മത്സരം സംഘടിപ്പിച്ചിരുന്നു. ഇന്ത്യക്കാരായ മുഹമ്മദ് ഫർഹാദ്, ഗുർഷൻ മൻഗാട്ട്, ബഹ്റിന്റെ ഹംസ കോഹ്ജി എന്നിവരും അന്താരാഷ്ട്ര താരങ്ങൾക്കൊപ്പം ശ്രദ്ധേയരായി. 11 രാജ്യങ്ങളിൽ നിന്നും കായിക താരങ്ങളെ അണിനിരത്തി മുംബൈയിൽ ഒരുക്കിയ അന്താരാഷ്ട്ര മത്സരത്തിൽ 8 ഇന്ത്യൻ താരങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതായും കഴിവുള്ള കൂടുതൽ ഇന്ത്യൻ താരങ്ങൾക്ക് ഇനിയും ഏറെ അവസരങ്ങൾ ലഭിക്കുമെന്നും ബ്രേവ് കോമ്പാറ്റ് ഫെഡറേഷൻ പ്രസിഡന്റ് മുഹമ്മദ് ഷാഹിദ് വ്യക്തമാക്കി. ലോക കായിക ഭൂപടത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥാനം ബ്രേവിലൂടെ നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ബഹ്റിനിലെ ബ്രേവ് കോമ്പാറ്റ് ഫെഡറേഷൻ. മാതൃഭൂമി ന്യൂസ്, ബഹ്റിൻ. റംദാൻ രാവുകളിൽ പ്രാർത്ഥനകൾക്ക് ശേഷം കായിക പ്രേമികളെ ആവേശത്തിലാക്കി ഫുട്ബോൾ മാമാങ്കം. കേരളത്തിൽ നിന്നും അടക്കമുള്ള ടീമുകളാണ് അബുദാബിയിൽ നടക്കുന്ന ഫൈവ്സ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കുന്നത്. അബുദാബി സ്പോർട്സ് കൗൺസിലിന്റെ കീഴിൽ നടക്കുന്ന 21ാമത് ആംഡ് ഫോഴ്സ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലും അലൈൻ സ്പോർട്സ് കൗൺസിലിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഷെയ്ഖ് താനൂൺ ചാമ്പ്യൻഷിപ്പിലും മത്സരിക്കുവാനായിട്ടാണ് കേരള സെവൻസ് ഫുട്ബോളിലെ മികച്ച ടീമായ കണ്ണൂർ ജില്ലയിലെ മുസാഫർ FC എത്തിയത്. നിലവിൽ നമ്മൾ 10 പേരാണ് ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്.
മുസാഫർ FC അൽ മദീന ചെറുപ്പളശ്ശേരി എന്ന് പറയുന്ന കേരളത്തിൽ സെവൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫുൾ ടീം സെറ്റ് ടീമാണ് നമ്മുടെ ഇവിടെ ഒരു 5ഓളം ടൂർണമെൻറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനിപ്പോൾ രണ്ടാമത്തെ ടൂർണമെൻറ്റാണ്. നാളെ അനയിലാണ് കളി ഉള്ളത്. ഇത് 5s ടൂർണമെൻ്റാണ് ഇപ്പോൾ നിലവിൽ. 7s ടൂർണമെൻറ്റ് കളിക്കുന്നുണ്ട്, 11s ടൂർണമെൻറ്റ് കളിക്കുന്നുണ്ട്. അബുദാബിയിലെ പ്രശസ്ത ഫുട്ബോൾ ക്ലബ്ബായ 224 ക്ലബിന് വേണ്ടിയാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള ഈ ടൂർണമെൻറ്റുകളിൽ മുസാഫർ FC കളിക്കാർ ജേഴ്സി അണിയുന്നത്. കേരളത്തിലെ ഫുട്ബോൾ ആവേശവും ഒത്തൊരുമയും നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചതാണ് കേരളത്തിൽ നിന്നുള്ള ടീമിനെ ടൂർണമെൻറ്റുകളിൽ പങ്കെടുപ്പിക്കാൻ കാരണമെന്ന 224 ക്ലബ് ചെയർമാനും അബുദാബി നിയമകാര്യ വകുപ്പ് മേധാവിയുമായ ഡോക്ടർ حمد عبد الله سليم الجابري പറഞ്ഞു. نحيي الشباب الهندي واول مره مشاركين الفريق الهندي مشارك في بطوله اماراتيه في الامارات. هنا حبينا نستقطب الفريق الهندي لان سمعنا عنه ان محرز تقريبا اكثر من 18 بطوله داخليه هناك في الهند. ലോകത്ത് എവിടെയുള്ളവർക്കും ഫുട്ബോൾ എന്നത് ഒരു ആവേശം തന്നെയാണ്. റമദാനിലെ നോമ്പിന്റെ ക്ഷീണമൊന്നും വകവയ്ക്കാതെ വീറും വാശിയും നിറഞ്ഞ മത്സരം കാണികൾക്കും ആവേശമായി തുടരുന്നു. മാതൃഭൂമി ന്യൂസ്, അബുദാബി. അബുദാബിയിൽ വാഹന വർക്ക്ഷോപ്പുകൾ ഗുണമേന്മയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നു. അബുദാബി ക്വാളിറ്റി ആൻഡ് കൺഫോമിറ്റി കൗൺസിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. അബുദാബി ക്വാളിറ്റി ആൻഡ് കൺഫോമിറ്റി കൗൺസിൽ സായിദ് ഫോർ ട്രാക്കിംഗുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഹോട്ടലുകളിലെ സമാനമായ രീതിയിൽ വർക്ക്ഷോപ്പുകൾ 1 മുതൽ 5 വരെ സ്റ്റാർ റേറ്റിംഗ് ഏർപ്പെടുത്തും. ഇത്തരത്തിൽ വർക്ക്ഷോപ്പുകൾ തരംതിരിക്കുന്നത് പ്രവർത്തനക്ഷമത വർദ്ധിപ്പിച്ച് ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം ലഭ്യമാക്കാൻ സഹായിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. വിശദ പഠനങ്ങൾക്ക് ശേഷം വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം അന്താരാഷ്ട്ര നിലവാരത്തിലാണ് സംവിധാനങ്ങൾ നിലവിൽ വരുന്നത്. സുരക്ഷ, ആരോഗ്യം, പരിസ്ഥിതി, ഉപകരണങ്ങളും സംവിധാനങ്ങളും സാമഗ്രികൾ, പ്രവർത്തന രീതി തുടങ്ങിയവ അടിസ്ഥാനമാക്കിയാണ് മാനദണ്ഡം നിർണയിച്ചിരിക്കുന്നത്. പരീക്ഷണഘട്ടത്തിൽ സംഘം വർക്ക്ഷോപ്പുകൾ സന്ദർശിച്ച് പ്രവർത്തനം വിലയിരുത്തും. മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്ക് അതിനായി നിശ്ചിത സമയം അനുവദിക്കുകയും ചെയ്യും. മാതൃഭൂമി ന്യൂസ്, അബുദാബി. മൂന്നാമത് യോഗാ ദിനാചരണം ഈ വർഷവും UAEയിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായ യോഗ നിങ്ങളുടെ വീട്ടുപടിക്കൽ എന്ന ആശയത്തിലൂന്നിയാണ് പരിപാടികൾ. സ്കൂളുകൾ, സംഘടനകൾ എന്നിവയെല്ലാം പ്രാദേശികമായ യോഗാ ദിനം ആചരിക്കും. ജൂൺ 21 ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച യോഗാ ദിനമെങ്കിലും UAEയിൽ 20 മുതൽ 22 വരെയായിരിക്കും ആഘോഷം. ദുബായിലും അബുദാബിയിലും ജൂൺ 20 വിപുലമായ ആഘോഷമാണ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ കോൺസുൽ ജനറൽ വിപുൽ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ യോഗ പരിശീലനവും പ്രഭാഷണവും 21 നടക്കും. ഉമൽഖ്വൈനിൽ 22 പരിപാടി. ഇത്തവണ യോഗാ ദിനാചരണം കൂടുതൽ സ്ഥലങ്ങളിൽ പ്രാദേശികമായി സംഘടനകളുടെയും വ്യക്തികളുടെയുമെല്ലാം സഹകരണത്തോടെ നടത്താനാണ് ലക്ഷ്യമിടുന്നത്. 20 അബുദാബി അഡ്നോക്, ദുബായ് സബീൽ പാർക്ക്, ബുർജ് ഖലീഫ പാർക്ക്, അൽ നാദ ബുറാനി കോംപ്ലക്സ്, ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ ആഘോഷങ്ങൾ നടക്കും. റമദാൻ വ്രതം പ്രമാണിച്ച് രാത്രി 8 മുതൽ 10-15 വരെയായിരിക്കും പരിപാടി. ഇതിൽ 40 മിനിറ്റ് യോഗ പരിശീലനവും ഉൾപ്പെടുന്നു. ദുബായ് മുനിസിപ്പാലിറ്റി, സ്പോർട്സ് കൗൺസിൽ, ദുബായ് ടൂറിസം തുടങ്ങിയ നിരവധി ഗവൺമെന്റ് ഏജൻസികളും പരിപാടിയുമായി സഹകരിക്കുന്നുണ്ടെന്ന് കോൺസുൽ ജനറൽ അറിയിച്ചു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ www.iyd.ae എന്ന വെബ്സൈറ്റിൽ നേരത്തെ പേര് രജിസ്റ്റർ ചെയ്യണം. 21 എല്ലാ സ്കൂളുകളിലും കാലത്തുള്ള അസംബ്ലിയിൽ നടക്കുന്ന പരിപാടിയിൽ 20 മിനിറ്റ് യോഗ പരിശീലനം ഉണ്ടാവും. ദുബായ് സ്പോർട്സ് കൗൺസിലിലെ സ്പോർട്സ് ടൂറിസം മാനേജർ ഗാസി സബിൽ അൽ മദനി, കോൺസുൽ രാഹുൽ ശ്രീവാസ്തവ എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, ദുബായ്. ചോക്ലേറ്റ് നിർമ്മാതാക്കളായ മാർസിന്റെ UAE വിപണിയിലെ എല്ലാ ഉൽപ്പന്നങ്ങളും ഭക്ഷ്യയോഗ്യമെന്ന് കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. ഭക്ഷ്യവിഷബാധയുണ്ടാക്കുന്ന സാൽമോണല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം UAE വിപണിയിലെ മാർസ് ചോക്ലേറ്റുകളിൽ ഇല്ലെന്നും അധികൃതർ സ്ഥിരീകരിച്ചു. മാർസിന്റെ ചില ഉൽപ്പന്നങ്ങളിൽ സാൽമോണല്ലയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് UK, അയർലൻഡ് എന്നിവിടങ്ങളിൽ നിന്ന് ഗാലക്സി, മിനി സ്ട്രൈഡേഴ്സ് എന്നീ ഉൽപ്പന്നങ്ങൾ പിൻവലിച്ചിരുന്നു. അജ്മാനിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 6 വെയർഹൌസുകളും ഒരു ഫാക്ടറിയും കത്തിനശിച്ചു. അജ്മാൻ വ്യവസായ മേഖലയിൽ ശനിയാഴ്ച അർദ്ധരാത്രിയായിരുന്നു സംഭവം.
പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറിയായിരുന്നു കത്തിനശിച്ചത്. ലക്ഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നു. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അജ്മാൻ പോലീസിന്റെയും സിവിൽ ഡിഫൻസ് വിഭാഗത്തിന്റെയും സമയോചിത ഇടപെടൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ പടരാതിരിക്കാൻ സഹായിച്ചു. സംഭവം നടക്കുമ്പോൾ വെയർഹൌസുകളിലും ഫാക്ടറികളിലും തൊഴിലാളികൾ ഉണ്ടായിരുന്നില്ല. സമീപത്ത് താമസിക്കുന്നവരും സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കിയിരുന്നു. തീപിടുത്തമുണ്ടായതിന് സമീപത്തുള്ള റോഡുകളും പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഖത്തറിനോടുള്ള ആത്മവിശ്വാസം അരക്കിട്ടുറപ്പിച്ച് നിലവിലെ പ്രതിസന്ധി 2022 ഖത്തറിൽ നടക്കുന്ന ഫിഫ ലോകകപ്പിന് ഭീഷണിയല്ലെന്ന് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ. ഗൾഫ് മേഖല നയതന്ത്ര പ്രതിനിധിയാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. പ്രശ്നങ്ങൾ പരിഹരിച്ച് അറബ് മേഖല സാധാരണ നിലയിലേക്ക് മടങ്ങിവരുന്ന കാര്യത്തിൽ ആത്മവിശ്വാസമുണ്ടെന്നും ഇൻഫാന്റിനോ പറഞ്ഞു. നിലവിലെ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുന്നുണ്ട്. ഖത്തർ ഭരണകൂടവുമായി നിരന്തര സമ്പർക്കം പുലർത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഖത്തർ ലോകകപ്പിനായി 5 വർഷങ്ങൾ ഇനിയുമുണ്ട്. നിലവിലെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനായി ഫുട്ബോളിന്റെ ഭാഗത്തുനിന്നുള്ള സംഭാവന ആവശ്യമെങ്കിൽ വേണ്ട സഹായം ചെയ്യാനുള്ള സന്നദ്ധയും ഇൻഫാന്റിനോ അറിയിച്ചു. മേഖലയിലെ നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഗൾഫ് അറബ് രാജ്യങ്ങളുമായി ഖത്തർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കുവൈറ്റ്. മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആഹ്വാനം ചെയ്തതിലൂടെ സഹോദര രാജ്യങ്ങളുടെ ആശങ്ക മനസ്സിലാക്കാനും മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും വേണ്ടി ജാഗ്രത പുലർത്താനുമുള്ള ഖത്തറിന്റെ സന്നദ്ധതയാണ് പ്രതിഫലിക്കുന്നതെന്നും കുവൈറ്റ് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് സാബ അൽ ഖാലിദ് അൽ സാബ ചൂണ്ടിക്കാട്ടി. അയൽ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയ സാഹചര്യങ്ങളെക്കുറിച്ചും അവരുടെ ആശങ്കകളെക്കുറിച്ചും സംസാരിക്കാൻ ഖത്തർ തയ്യാറാണ്. മേഖലയ്ക്കുള്ളിൽ നിന്ന് നിലവിലെ അഭിപ്രായ ഭിന്നത പരിഹരിക്കേണ്ടതിന്റെ അനിവാര്യതയും കുവൈറ്റ് വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇടവേള.